പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനത്തിൽ പ്രതിഷേധം കടുപ്പിക്കാൻ കേരളം. കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായി UDF എംപിമാർ ഉടൻ കൂടിക്കാഴ്ച നടത്തും. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടാകുന്ന നഷ്ടങ്ങൾ മന്ത്രിയെ നേരിട്ട് ബോധിപ്പിക്കാനാണ് തീരുമാനം. റെയിൽവേ ബോർഡ് ചെയർമാനെയും എംപിമാർ നേരിട്ട് കാണും. അനുകൂല തീരുമാനമുണ്ടായില്ല എങ്കിൽ ദില്ലി റെയിൽ ഭവന് മുന്നിൽ പ്രതിഷേധം ആരംഭിക്കാനാണ് UDF എംപിമാരുടെ നീക്കം. VS രഞ്ജിത്ത് ഉണ്ട് നമുക്കൊപ്പം. രഞ്ജിത്ത്, അപ്പോൾ ഈ പാലക്കാട് ഡിവിഷൻ വിഭജിക്കാനുള്ള ശ്രമങ്ങൾ അതിനിടയിലാണ് ഇപ്പോൾ ഇന്നലെ തിരുവനന്തപുരം ഡിവിഷൻ വിഭജിക്കാനുള്ള ആലോചനകൾ കൂടി നടക്കുന്നുണ്ട് എന്നൊരു വാർത്തയൊക്കെ പുറത്തു വന്നിരുന്നു. അപ്പോൾ കേന്ദ്ര മന്ത്രിയും കേന്ദ്ര സംഘങ്ങളെയൊക്കെ UDF എംപിമാർ നേരിട്ട് കാണുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ ബോധിപ്പിക്കും, എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കും, ഒപ്പം ഇനിയൊരു തിരുത്തലിനൊക്കെ സാധ്യതയുണ്ടോ രഞ്ജിത്ത്? ഷിഹാസ്, രണ്ട് തരം ആശങ്കകൾ നമുക്ക് നിലനിൽക്കുന്നു. ഒന്ന്, ഈ പാലക്കാട് ഡിവിഷൻ വിഭജനവുമായി ബന്ധപ്പെട്ട് അത് വന്നു കഴിഞ്ഞാണ്. മറ്റൊന്ന്, തിരുവനന്തപുരം ഡിവിഷൻ വിഭജിക്കുമോ എന്നൊരു ആശങ്ക കൂടി ഇപ്പോൾ വന്നുപെട്ടിരിക്കുന്നു. ഈ രണ്ട് കാര്യങ്ങളും റെയിൽവേ മന്ത്രിയുമായി സംസാരിക്കുക എന്നുള്ളതാണ്. സമാന്തരമായി തന്നെ സമരത്തിനുള്ള നീക്കവും UDFന്റെ ഭാഗത്തുണ്ട്. ആദ്യം UDF എംപിമാർ റെയിൽവേ മന്ത്രിയെ കാണുന്നു. നിലവിൽ പാലക്കാട് ഡിവിഷൻ വിഭജിച്ചതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ അത് പങ്കുവെക്കുന്നു. ഒപ്പം തിരുവനന്തപുരം ഡിവിഷൻ വിഭജിക്കരുത്, അങ്ങനെ ഒരു നീക്കം ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കണം എന്നാവശ്യപ്പെടുകയും ചെയ്യും. റെയിൽവേ ബോർഡ് ചെയർമാനെയും മന്ത്രിയെയും കാണുമെന്നാണ് അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ റെയിൽവേ മന്ത്രാലയത്തിന് മുന്നിൽ, റെയിൽവേ ബോർഡിന്റെ ഓഫീസിന് മുന്നിൽ സമരം ഏറ്റവും പെട്ടെന്ന് തുടങ്ങാൻ വേണ്ടിയുള്ള നീക്കവും UDFന്റെ എംപിമാരുടെ ഭാഗത്തുനിന്നുണ്ട്. ഇതിപ്പോൾ UDF മാത്രമായിട്ടല്ല, കേരളത്തിന്റെ മൊത്തം വിഷയമായതുകൊണ്ട് ഒരുപക്ഷെ LDFും UDFും സംയോജിപ്പിച്ച് ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സമര മാതൃക ഉണ്ടാകുമോ എന്നുള്ളതാണ് നമുക്ക് ഇനി കാത്തിരുന്ന് കാണേണ്ടത്.